അപ്പോൾ ഇത് ഓൾ സെറ്റ് ആണ്. ഫസ്റ്റ് നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. ഈ സാന്റാക്ലോസിനെ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടാ, ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തിരിഞ്ഞിരുന്ന കഷണ്ടി മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ ഇരുന്നാ കാണൂല, ഇങ്ങനെ ഇരുന്നാ കാണൂല. ഹലോ, ഹായ്, വെൽക്കം ടു സജീസ് ആൻഡ് ക്രിയേഷൻസ്. ദേ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുടുംബമുണ്ട്. ദേ ഉദയ് ആൻഡ് ഫാമിലി എത്തിയിട്ടുണ്ട്. സെലിബ്രേഷൻ ആണ്, ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഈ സജീസ് ഇന്നോവേഷൻസിന്റെ 4ാമത്തെ ക്രിസ്മസ് ആണ്. മറ്റ് ക്രിസ്മസിന് ചില വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ വീടൊക്കെ ഒരുവിധം ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രീ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്, 3-4 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പതിവിലും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്രിസ്മസും എൻ്റെ നാട്ടിൽ പോയിട്ട് ആഘോഷിക്കുക. ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അറിയാം, ഉദയ്. ദേ വൈഫുണ്ട്, നവ്യ. ദേ നമ്മുടെ പാറുക്കുട്ടി, ചങ്കുവാണ് നമ്മുടെ സാന്റ കേട്ടോ. സാന്റ ഹായ് പറഞ്ഞേ. ഹായ്, ക്രിസ്മസ് അല്ല, ക്രിസ്മസ്. യെസ്. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകേണ്ട വെച്ചാൽ ഞങ്ങളുടെ ക്രിസ്മസ് നൈറ്റ് ആണ്. ഇന്ന് 24th നൈറ്റ് ആണ്. ക്രിസ്മസ് നൈറ്റിൽ ഞങ്ങളുടെ സെലിബ്രേഷൻ ആണ്. ഞങ്ങൾ വീടിന്റെ അകമൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ബലൂൺസ് ഒക്കെ ഇട്ട് അത് കാണിച്ചു തരാൻ ഞാൻ അവിടെ ഒരു കേക്ക് കട്ടിങ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ പുറത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉദയന്റെ ട്രീറ്റ് ആട്ടോ. ക്രിസ്മസിന്റെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്താ. അപ്പൊ ഞങ്ങൾ പുറത്തെ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുന്ന് ഡിന്നർ എടുക്കാനുള്ള പരിപാടി. ലഞ്ചൊക്കെ ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ വൈഫിന്റെ കുറെ സ്പെഷ്യൽ ഡിഷ് ഒക്കെ ആയിട്ട് ലഞ്ച് വീട്ടിൽ തന്നെ കൂടി പോയി, ഡിന്നർ പുറത്ത്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ 2 പരിപാടികൾ, ഞങ്ങളുടെ കേക്ക് കട്ടിങ്, ഞങ്ങളുടെ സാന്റയുടെ കുറെ എന്താ പറയുക പരിപാടികൾ, പ്ലസ് ഡിന്നർ. ഇത്രയും ചേർത്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ കാണാൻ പോകുന്നത്. എന്നാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ. ഇതേ കണ്ടോ, ഞങ്ങൾ ക്രിബൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ പുറത്തൊരു തുണിയൊക്കെ വെച്ചിട്ട് കേട്ടോ. പ്ലസ് ഞങ്ങളുടെ ട്രീ എങ്ങനെയാ നോക്കൂ കേട്ടോ. നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. യെസ് 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 യെസ്. നമ്മുടെ സെൽഫി സ്പെഷ്യലിസ്റ്റ് റെഡിയാണ്. ഓടിയാ അങ്ങോട്ട് നിന്നോ. യെസ് യെസ്. താങ്ക് യു. അപ്പൊ നമുക്ക് താഴേക്ക് പോയിട്ട് നമ്മുടെ വീടും കേക്ക് കട്ടിങ് കാണാം. ഓക്കെ. ഇയാളറിയാലോ, ക്യാമറാമാനായിട്ട് അധികം കാണാൻ എപ്പോഴും പറ്റില്ല കേട്ടോ. ഇപ്പം ഉദയ് ഈ ക്യാമറ മേടിച്ചിട്ട് പുള്ളി ഒന്ന് കാണിക്കുക. മൂത്ത മോനാണ്. യെസ്. മിക്കവാറും ലാസ്റ്റ് വരെ ക്യാമറ പുള്ളിയുടെ തന്നെ ആയിരിക്കും. എല്ലാ പ്രാവശ്യം ഫുൾ ബലൂൺസിന്റെ കളി കേട്ടോ അവിടെ. അപ്പൊ ഈ ബലൂൺസും ഈ ഡെക്കറേഷനും ഒക്കെ ഉദയ് ആൻഡ് ഫാമിലി പ്ലസ് ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിൽ നിന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കേക്ക് കട്ടിങ് ആയിട്ട് കാണാം. ഓക്കെ. ചെങ്കു ബലൂണെല്ലാം എടുത്ത് നമുക്ക് പോവാം.
ഇനി എങ്ങനെ ഇറങ്ങും? കട്ടിലിന്റെ മേളിൽ കൂടെ കയറിയോ? ഹലോ ഗൈസ്, മസാല സ്പെഷ്യൽ ഡ്രാഗൺ അങ്ങനെയല്ല, പാവം സ്പേസ് ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ കഴിച്ചു അവർ എടുക്കാം. ഇടക്കിടക്ക് മീനിന്റെ തല, മീനിന്റെ കുളവ്. അപ്പൊ ഇത് ഓൾ സെറ്റ് ആണ്. ഫസ്റ്റ് നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. ഈ സാന്റാക്ലോസിനെ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടാ, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞേ. ഒരു മെരി ക്രിസ്മസ് കേക്ക് ഞങ്ങൾ അതായത് പ്ലം കേക്ക് മേടിച്ചിരിക്കുന്നേ. കട്ട് ചെയ്യട്ടെ കേട്ടാ. പുറത്ത് കഴിക്കാൻ പോകുന്ന കാരണം ചെറിയ കേക്ക് മേടിച്ചിരിക്കുന്ന കേട്ടോ. Thank you. Merry Christmas. Thank you. നമ്മുടെ സാന്റ എല്ലാവർക്കും കേക്ക് കിട്ടാ. കേക്ക് കൊടുത്ത എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് സാന്റ ഗിഫ്റ്റ് ആയിട്ടാ തന്നിരിക്കണം. പിന്നെ അതെനിക്ക് താങ്ക് യു. എല്ലാവർക്കും സ്റ്റാർ ആട്ടോ സാന്റയുടെ ഗിഫ്റ്റ്. അമ്മ കൊടുത്തേ? അച്ഛനില്ല, അച്ഛൻ ക്യാമറമാനാ. Merry Christmas. താങ്ക് യു. എനിക്ക് ആദ്യത്തിലുള്ളത്. താങ്ക് യു. ഇനി അമ്മ കൊടുത്തേ? അമ്മ കൊടുത്തേ? അച്ഛനോടത്തേ? ഇനി ഒരെണ്ണം ചങ്കൂനിട്ടാ. ഒരെണ്ണം എടുത്തോ. നല്ല കേട്ടോ അല്ലേ? അപ്പോ കേക്ക് കട്ടിങ് കഴിച്ചു. കേക്ക് കഴിച്ചിട്ട് ഞങ്ങള് റെസ്റ്റോറൻറ്റ് പോയി കഴിക്കാൻ പോകണം. അവിടെ പോയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ പോകുന്ന വഴിക്ക് കാര്യവട്ടം ചർച്ചിലെ സ്റ്റാറാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ആകാശം ഫുള്ള് സ്റ്റാർ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോ വർഷവും
അതാത് വർഷത്തിൻ്റെ തുല്യ എണ്ണം, അതായത് 2024 സ്റ്റാർ ഇപ്പം ഉണ്ടാവും. കഴിഞ്ഞ വർഷം 2023 സ്റ്റാർ, അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. ഇത് മുകളിലോട്ട് നോക്കിക്കാൻ ഇഷ്ടം പോലെ കാണാം സ്റ്റാർ. ഭയങ്കര കാഴ്ചയായിട്ടത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം കേട്ടോ. അങ്ങോട്ട് നോക്കി എന്താ പോലെ എന്ത് രസാ. എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഇവിടെ ഇങ്ങനെ. വെയിലോട്ട് നോക്കി. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർ ഞാൻ കണ്ടിരിക്കുന്ന ഒരുമിച്ച് ഇവിടെ തന്നെ ആയിരിക്കും. ആകാശത്തോടെ ഇങ്ങനെ കാണാൻ പറ്റില്ല. കാർ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത അവിടെ ഞങ്ങൾ തിരിക്കണേ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള തക്കാരം റെസ്റ്റോറൻറ്റ്. തക്കാരം നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ രാത്രി 10:30 മണി തിരക്കുണ്ട്. അതിൻ്റെ ആ ഡ്രസ്സിൽ തന്നെ കൊണ്ടുവന്നു കേട്ടോ. ബാക്കിയുള്ളവർ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിരിക്കാട്ടോ. നല്ല തിരക്കുണ്ട്, കുറേ പേര് വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഫുള്ളാണ് ഇവിടെ. കിടിലൻ അംബിയൻസുള്ള റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ പലപ്പോഴും വേറെ കഴിക്കാൻ കൂടുതൽ പോയിട്ട് കാണാം. നല്ല രസമുണ്ട്. അവിടെ സാനിറ്റൈസർ എനിക്കവിടെ കൂടെ സാനിറ്റൈസർ കൊണ്ടു കൊടുക്കാം. ക്യാപ്പ് എടുത്തില്ല അല്ലേ? ഇവനെന്താ ക്യാപ്പ് എടുക്കാഞ്ഞ? ക്യാപ്പ് ഊരി വെച്ചതായിരുന്നോ? ചങ്കൂടെ കിട്ടിയ താങ്ക് യു. എവിടെയുണ്ട് കോക്പിറ്റ്? ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് ഫ്ലൈറ്റിന്റെ സ്ട്രക്ചറിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ളാണ്. അവർ കണ്ടോ? ആ ഇവിടെ ബുക്ക് ചെയ്തത് മക്കളാണ്. ചങ്കു ബൈ ബൈ പറ. ഹായ് ഹായ് പറ. ചങ്കു സാന്റ അതൊക്കെ തൊപ്പി വെക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഓരോന്നെടുത്ത് തുടങ്ങിയിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ചിക്കൻ മാൻചോ സൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പ് കേട്ടോ. ബാക്കി ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തിയിട്ടോ. ഇത് ചുട്ടക്കോഴിൻ്റെ ബിരിയാണി കേട്ടോ. ഉണ്ടോ ചുട്ടക്കോഴി ബിരിയാണി. ഇത് ചെറിയ മോന് അമേരിക്കൻ ചൗപ്സി ഇല്ലടാ, അമേരിക്കൻ ചൗപ്സി. ഇത് ഹണി ചില്ലി അൽഫാം കേട്ടോ. പിന്നെ ഒരു സാഡ് ന്യൂസ് ഉള്ളത്, നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട തന്നെ ഉള്ളൂ. ബാക്കി ബ്രെഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് 11 മണിയായിട്ടോ. അപ്പോൾ പൊറോട്ട വാങ്ങി വെച്ചിട്ടുണ്ട്. ബീഫ് കാന്താരി പൊള്ളിച്ചത്. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്. എന്തായാലും നമുക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നോക്കാം.
അപ്പോൾ ഞങ്ങൾ ഈ ഡിന്നറൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ട ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ക്രിസ്മസ് നൈറ്റിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ അത് നാളത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങളും അതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ആൻഡ് പേഷ്യൻസ്.